ഹബീബി ഹബീബി എന്ന് പറഞ്ഞ് മന്ത്രം ചെയ്ത് മാറ്റുന്നതാണോ? ഇവിടെ ഹസ്ബൻഡിന് വാടക എടുക്കാന്നേ ഉള്ളൂ. മാന്യത ഉള്ളവരിൽ നമുക്ക് മാന്യത കൊടുത്ത് സംസാരിക്കാൻ പറ്റും. മെയ്ക്ക് മുമ്പ് 10K സബ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഗോപ്രോ വാങ്ങിച്ചിട്ട് തന്നു സബ്സ്ക്രൈബർ. ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വണക്കം വണക്കം ടിക്ടോക്ക് നമ്പറുകളെ വണക്കം. അപ്പൊ നമ്മൾ ഇന്ന് ഒരു വീണ്ടും പ്രാങ്ക് കോള് തന്നെ ചെയ്യാൻ വന്ന് വീണ്ടും ഇവിടെ ഫ്രണ്ട് തന്നെ ഗോപിയ. എന്താണെന്ന് എന്ത് പറ്റുന്നതാണ് എന്താ വിളിച്ചു നോക്കാം. സംഭവം മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു അപ്രന്റീഷിപ്പ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് കെൽട്രോൺ മണ്ണുള്ള. അപ്പം ഇവൾ ഗോപിയ സുരേഷ് എസ് ആ ഗോപിയ എസ് സുരേഷ്. എനിക്കറിയാം സുഗു ഗോപിക ഗോപിക സുരേഷ് എസ് എന്ന ഇവളെ പേര്. അവളെ പേര് ഗോപിക ഡി എ. അപ്പം അപ്പോഴാണ് അപ്പൊ ഇത് ഞാൻ ഒരു നമ്പറിൽ നമ്മൾ കോൾ ചെയ്യാണ്. കെൽട്രോൺ കമ്പനി നമ്മൾ വിളിക്കുന്നത്. കമ്പനി വിളിച്ച് ഒന്ന് പ്രാങ്ക് ചെയ്യുന്നു. ഫലിക്കൊന്നും അറിയത്തില്ല. ട്രൈ ചെയ്ത് നോക്കാം. ഓഫീസിന്റെ ഒരു സ്റ്റാൻഡിൽ എങ്ങനെയുണ്ട് നമുക്കത് ശീലമില്ലാതെ ഇവളെ വഴിക്ക് വിളിച്ചത് അത് യൂട്യൂബ് തുടങ്ങും മുന്നേ. അപ്പൊ അവളൊന്ന് വിളിച്ചു നോക്കിട്ട് എന്തായാലും മിക്കവാറും ഇത് ഏറ്റി കഴിഞ്ഞാൽ 2 പ്രാങ്ക് ഒരുമിച്ചോണ്ട് അവള് മിക്കവാറും നമ്മളെ കൊല്ലാൻ ചാൻസ് ഉണ്ട്. അടുത്ത വീഡിയോക്ക് നമുക്ക് പറ്റുമെങ്കിൽ ജീവനോടെ കാണാം. അപ്പൊ നേരെ നമുക്ക് വീഡിയോട്ട് പോവാം. അപ്പൊ നമുക്ക് നേരെ വിളിച്ചു നോക്കാം. അമ്മേരെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്. കോൾ ചെയ്യാൻ പോയാൽ എന്താവുന്ന ഒരു പിടുത്തമില്ല. സംസാരിക്കും. കോൾ എടുത്തിട്ടില്ല. മമ്മി ഗെയിമിലാണ് തോന്നുന്നു. നമ്മൾ വിളിച്ചോളാം. ഹലോ ഗോപികയല്ലേ? ആ ഇത് കെൽട്രോൺ കമ്മ്യൂണിക്കേഷൻ വിളിക്കുന്നത് മൺപിള. ഇപ്പം നമ്മളുടെ താങ്കളെ ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഇതൊട്ട് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇപ്പം കുറച്ച് സംസാരിക്കാൻ ബിസിയാണോ ഫ്രീ ആണോ? ഓക്കെ. അപ്പം നമുക്ക് ഈ വരുന്ന 18/1 താങ്കൾ മൺഡേ നമുക്ക് ജോയിൻ ചെയ്യേണ്ടി വരും കേട്ടോ. എന്നിട്ട് ഇത് താങ്കൾക്ക് 2 ഓപ്ഷനുണ്ട്. മൺപിള അല്ലെങ്കിൽ വെള്ളയമ്പലം. ഹലോ ഹലോ കേൾക്കാമോ? അതെ. അപ്പോൾ താങ്കൾക്ക് 2 ഓപ്ഷനുണ്ട്. ഓപ്ഷൻ 1 വെള്ളയമ്പലം, മറ്റൊന്ന് മൺപിള. അപ്പോൾ വെള്ളയമ്പലത്താണ് താങ്കൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബസ് വരുന്നത് 8 മണിക്കാണ്. നെയ്യാറ്റിൻകര തൃശ്ശൂർ ജോലിയുടെ അടുത്തു നിന്നാണ്. മൺപിളയിൽ നിന്നാണ് താങ്കൾ കയറാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബസ് വരുന്നത് 7 മണിക്കാണ്. നെയ്യാറ്റിൻകര, അതും തൃശ്ശൂർ ജ്വല്ലറിയിലാണ്. വെള്ളയമ്പലത്തോളം ബസ്സിനാണെങ്കിൽ പോകുന്നത് നിങ്ങൾക്ക് സ്റ്റൈഫൻഡിൽ നിന്ന് 7,000 സ്റ്റൈഫൻഡിൽ നിന്ന് 500 രൂപ കട്ടാവുന്നതാണ്. അതേസമയം വെള്ളയമ്പലത്താണ് കയറണമെങ്കിൽ 300 രൂപ മാത്രമേ കട്ടാവുന്നുള്ളൂ. അപ്പോൾ ഈ രണ്ട് ഇതിലും 2 വേക്കൻസി വീതമുണ്ട്. അപ്പോൾ താങ്കൾക്ക് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വീട്ടിൽ ആലോചിച്ചിട്ട് പറഞ്ഞാലും മതിയായിരുന്നു. കിഷോർ അല്ല, ഇതാരാ? ഹലോ, എൻ്റെ പേര് വിനീതാണ്. ഹലോ ആ വിനീതാണ്. ആ
അപ്പോൾ താങ്കൾ ഒരു കൺഫേം ചെയ്യാൻ വിളിക്കുകയാണേ. ഗോപിക വി എ ആണ്. അച്ഛൻ്റെ പേര് വിജയൻ എം എന്നല്ലേ? ഡേറ്റ് ഓഫ് ബർത്ത് 25/4/99. വീട്ട് അഡ്രസ്സ് ഫോൺ നമ്പർ 900008. ഓക്കെ. നേരത്തെ പോളിയിലാണ് പഠിച്ചത് അതല്ലേ? കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ് മാനേജ്മെന്റ് ആണ്. ഇപ്പം താങ്കൾ BBA ഇൻ റീറ്റെയിലിംഗ് ഡിസ്റ്റിങ്നസ് ചെയ്യുന്നുണ്ട് ഇഗ്നോ കരമന. 10 പഠിച്ചത് നെയ്യാറ്റിങ്കര കോൺവെന്റ്. +2 NKM ധനുവിച്ചൂരാണ്. നെയ്യാറ്റിങ്കര പോളിടെക്നിക്. ഒരു മിനിറ്റ് പോരാണേ. അത് എഴുതി കൊടുത്താൽ മാം, ഫയൽ എടുത്ത് കൊടുത്താൽ. ഓക്കെ. ഗോപിക പോളിയുടെ രജിസ്ട്രേഷൻ നമ്പർ 17250022. കൺഫർമേഷൻ ചെയ്യാനാണ് നമുക്ക്. അപ്പോൾ കാരണം ഇപ്പോൾ 2 ഗോപികയുണ്ട്. ഒന്ന് ഗോപിക സുരേഷ് S. അപ്പോൾ നമുക്ക് ഇത് കൺഫർമേഷൻ ചെയ്താൽ മാത്രമേ നമുക്കുള്ളൂ. അതിപ്പോൾ ഹലോ. അപ്പോൾ താങ്കളുടെ ലാസ്റ്റ് സെമ്മിനുള്ള മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഗ്രേഡ് പോയിന്റ് എന്ന് വെച്ചാൽ 9.02 ആണ് വരുന്നത്. ലാസ്റ്റ് സെമ്മിൽ 4 S ഉണ്ട്, 3 A ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ. സ്റ്റൈഫൻഡ് 7000 രൂപയുണ്ട് നിങ്ങൾക്ക് ജോലിക്ക്. സ്റ്റൈഫൻഡ് 7000 രൂപ കൈ കിട്ടുന്നുണ്ട്. NCC നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. എക്സാം B പാസ്സാണ്. C എക്സാം പാസ് എന്ത് കൊടുത്തിട്ടുണ്ട്. ക്യാമ്പ് ചെയ്ത പള്ളിപ്പുറം അങ്ങനെ എന്തോന്ന് കൊടുത്തിട്ടുള്ളത്. പള്ളിപ്പുറം 10 ദിവസത്തെ എന്തോ. അപ്പോൾ ഇതിനെല്ലാം താങ്കൾ പാസ്സായതാണ്. അപ്പോൾ നമുക്ക് വരുന്നത് ഈ പറഞ്ഞ 18 ജോയിൻ ചെയ്യണം. മൺഡേ 8:30 റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ. പിന്നെ കൺഫർമേഷൻ ചെയ്യണമെന്ന് വെച്ചാൽ ബസ്സിന് പൈസ പിടിക്കുന്നുണ്ട്. താങ്കൾക്ക് അല്ലാതെ പ്രൈവറ്റായിട്ട് വരാൻ പറ്റുമെങ്കിൽ പ്രൈവറ്റായിട്ട് വരാം. ബസ്സിന് പൈസ പിടിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം പ്രൈവറ്റാണ് ടിക്കറ്റ്. അതെ, ഇവിടെ പറഞ്ഞതാ. ഹലോ. ബാക്കി ഡീറ്റെയിൽസ് നമുക്കൊരു കൺഫർമേഷൻ ചെയ്യാനാണ്. കണ്ടുപിടിച്ച് എത്ര നേരത്തെ പ്ലാനിങ് എന്നറിയാം. എഴുതി വെച്ച് ഡീറ്റെയിൽസ് കൊടുക്കും. ഒരു സൗണ്ട് ഇനി പിന്നെ അങ്ങനെ മാറ്റാൻ പറ്റുമോ? ഇനി ശരി, എന്നൊരു കാര്യം ചെയ്യാം. നമുക്കൊന്ന് സ്ക്രിപ്റ്റ് എടുക്കാം. എന്തോ ഗോപി യൂട്യൂബിന് വേണ്ടിയേ നീ വന്ന് അഭിനയിക്കും പോലെ ചെയ്താൽ മതി. അരെ കാര്യമായിട്ട് നമുക്ക് ഒന്നേ വീഡിയോ എടുക്കാം. നമ്മൾ ഒന്നേ വിളിക്കും പോലെ പറഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നീ വന്ന് നിനക്കല്ലേ അറിയാമല്ലോ. നീ പ്രാങ്കണല്ല, നീ ലാസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യാം. നമ്മള് ഇതിന്റെ പ്ലിങ് ആയി പോകുന്നതായിട്ട്. എല്ലാം ഒരു ഉടായ്പാണ്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു നേരിട്ടാണ് എല്ലാം പറഞ്ഞത്. എല്ലാം ഒരു ഉടായ്പാണ്. നമ്മുടെ 100% ആത്മവിശ്വാസം കൊടുത്തതൊക്കെ വെറുതെയാണ്. നമ്മൾ ഈ 100% ആത്മവിശ്വാസമൊക്കെ കൊടുത്ത് പെർഫെക്റ്റ് ആയിട്ടൊക്കെ ചെയ്യണത് ചുമ്മയാണ്. ഓരോ യൂട്യൂബേഴ്സ് ചെയ്യണതൊക്കെ നമ്മൾ എല്ലാം അറിഞ്ഞു. എടേ അപ്പൊ വന്ന് അഭിനയിക്കുവോ? ഫ്രീ ആണല്ല, ഒരു 10 മിനിറ്റ്. വേറെ മാറ്റമില്ലല്ല. അപ്പൊ ചിരിക്കുകയും ചെയ്യല്. പിന്നെ ഡീസെന്റ് ആയിട്ട് സംസാരിക്കണം. ഒരു ഇപ്പൊ സംസാരിച്ച പോലെ അല്ല, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് സംസാരിക്കണം. എന്ന് വെച്ചാൽ നമ്മളെ കണ്ടുപിടിച്ച പോലെ അല്ല. അത് തന്നെ. അപ്പൊ ആളെ മനസ്സിലായിട്ടില്ല. ഓഫീസിൽ നിന്ന് വിളിക്കും പോലത്തെ അതേ സംസാരം. ഓക്കെ. എന്ന് വെച്ചാ ഇപ്പൊ വരാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാ നീ ഗോപിക എ ആണ്, മറ്റുള്ള ഗോപിക സുരേഷ് ആണ്. പക്ഷെ നമ്മളെ ഒരു ഇറക്ഷൻ കൊണ്ട് നമ്മൾ വിളിക്കുന്നത് ഗോപിക വി എ മാരീഡ് ആണ്. ഹസ്ബൻഡ് കിഷോർ.
നമുക്ക് അവിടെ ഓഫീസിൽ തെറ്റിപ്പോയതാണ്, അങ്ങനത്തെ ഇതിലാണ് വിളിക്കുന്നത്. അവസാനം നീ തെളിയിക്കണം, നീ ഗോപിക സുരേഷ് അല്ല, നീ ഗോപിക വി ആണെന്ന് എന്നിട്ട് നീ ഇങ്ങനെ പറഞ്ഞു ഇത്രയും തെറ്റ് കണ്ടുപിടിക്കാൻ ഒരു കമ്പനിക്ക് പറ്റിയില്ലെങ്കിൽ എനിക്ക് അതിൽ അപ്രന്റീസ് ചെയ്യാൻ താല്പര്യമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് നീ ഒരു ചെറിയ റൈസ് പോലെ. ഓക്കെ, തുടങ്ങാല്ല? അപ്പോ 3, 2, 1. ഹലോ മന്തി, ഞാൻ ഒന്ന് വോയിസ് പിടിച്ച് വരുമ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക എന്റെ അടുത്ത്, അതിലൊക്കെ നീ കുറച്ച് പപ്പ അടിക്കണം. അപ്പൊ വിളിക്കണേ. 3, 2, 1. ഹലോ ഹലോ, ഗോപികയല്ലേ? അതെ ഗോപികയാണ്. ഇത് കെൽട്രോൺ കമ്മ്യൂണിക്കേഷൻ മൺവിളയിൽ നിന്ന് വിളിക്കുകയാണേ. താങ്കൾക്കൊരു അപ്രന്റീസ്ഷിപ്പ് ഇന്റർവ്യൂ ഇവിടെ കഴിഞ്ഞില്ലായിരുന്നു? അപ്പോൾ അതിൽ നിന്ന് വിളിക്കുകയാണ്. അപ്പോൾ കുറച്ച് പേര് നമ്മൾ ഷോർട്സ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വിളിച്ച് ഒരു ചെറിയ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ താങ്കൾക്കിപ്പം ഫ്രീ ആണോ അത് സംസാരിക്കാൻ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് കൺഫേം ചെയ്യാൻ ഡീറ്റെയിൽസ് പറയുകയാണ്. ഗോപിക വി എ, അച്ഛൻ്റെ പേര് വിജയൻ, കറക്റ്റ് ആണല്ലോ? ഡേറ്റ് ഓഫ് ബർത്ത് 25/04/99. ഓക്കെ, പിന്നെ വീട്ടുപേര് മകം, വരുവിളാകത്ത്. ഓക്കെ, ഫോൺ നമ്പർ 94. അപ്പോൾ താങ്കളിപ്പോൾ എന്തെങ്കിലും ജോലിക്ക് ഇപ്പം പാർട്ട് ടൈം ചെയ്യുന്നുണ്ടോ അതോ പഠിക്കുകയാണോ? BBA പഠിക്കുന്നു. ഓക്കെ, പിന്നെ ഇപ്പം നമുക്ക് 2 വേക്കൻസിയാണ് ഉള്ളത്. ഒന്ന് വെള്ളയമ്പലം, മൺവിള. ഇതിപ്പോൾ നേരെ നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് 7,000 രൂപ കയ്യിൽ വരുന്നുണ്ട്. അക്കൗണ്ട് വഴിയാണ്, ബൈ ഹാൻഡ് അല്ല, അക്കൗണ്ട് വഴിയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പം താങ്കൾ മൺവിളയാണ് എടുക്കുന്നതെങ്കിൽ താങ്കൾക്ക് 500 രൂപ ബസ്സിന് പിടിക്കുന്നുണ്ട്. അതേസമയം വെള്ളയമ്പലത്താണ് എടുക്കുന്നതെങ്കിൽ ബസ്സിന് 300 രൂപ പിടിക്കുന്നുള്ളൂ. മൺവിളയാണെങ്കിൽ ലോങ് ആയതുകൊണ്ട് ബസ് വരുന്നത് 7 മണിക്കാണ് വരുന്നത് തൃശ്ശൂർ. നേരെ വെള്ളയമ്പലത്താണെങ്കിൽ 300 രൂപ പിടിക്കുന്നുള്ളൂ. എടി ഗോപി, അപ്പം നീ എന്തുറന്ന് പറയുമ്പോൾ വീട്ടിൽ ആലോചിച്ചിട്ട് പറയാമെന്ന് പറയണേ. ഞാൻ ഇതൊക്കെ തുടങ്ങി ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റിക്കൊള്ളാം. അപ്പോൾ തുടങ്ങണേ. 3, 2, 1. അപ്പം താങ്കൾക്ക് ഇതിൽ എവിടെയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യം? വെള്ളയമ്പലത്താണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ബസ് വെള്ളയമ്പലത്തിൽ ഇത്ര അടുത്തായതുകൊണ്ട് 8 മണിക്കാണ് നെയ്യാറ്റിൻകര അക്ഷയ കോംപ്ലക്സിന് ഓപ്പോസിറ്റ് തൃശ്ശൂർ ജ്വല്ലറി ഫ്രണ്ടിൽ വരും. പിന്നെ ഫുഡ് ക്യാൻറ്റീനുണ്ട്, അത് മാസം 500 രൂപ വെച്ച് പിടിക്കുന്നു. താങ്കൾ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ 500 രൂപ കൂടെ ചേർത്ത് കൈ കിട്ടും. കൊണ്ടുവരാം. എടി അപ്പോഴേ നീ ഈ നോൺ വെജ് വെജൊക്കെ കൊണ്ടുവരാമെന്ന് ഇങ്ങോട്ട് ഡൗട്ട് ചോദിക്കുന്നേ. അപ്പോൾ തുടങ്ങാമല്ലോ? ചിരിക്കല്ലേ മറ്റായിരുന്നു, ചിരിക്കല്ലേ ഒരു ജീവ പറഞ്ഞു. അപ്പം ഫുഡിന് 500 രൂപ പിടിക്കുന്നുണ്ട്. അപ്പം താങ്കൾക്ക് എന്താണ് തീരുമാനം പറഞ്ഞിരുന്നെങ്കിൽ നമുക്കിവിടെ ഇപ്പം തന്നെ കമ്പ്യൂട്ടർ ഫീൽ. ഓക്കെ, അത് കുഴപ്പമില്ല. നോൺ വെജും വെജും കുഴപ്പമില്ല. അല്ല, നോൺ വെജ് നമുക്കിവിടെ അലൗഡ് അല്ല. പിന്നെ പുറത്തിരുന്ന് നിങ്ങൾക്ക് കഴിക്കാം. അവിടെ പുറത്ത് ഔട്ട് സൈഡ് ഉണ്ടല്ലോ, അവിടെ നിന്ന് കഴിക്കാം. അങ്ങനെ താങ്കൾക്ക് നോൺ വെജ് മസ്റ്റ് ആണോ? ഓക്കെ, അപ്പം നോൺ വെജ് മസ്റ്റ് അല്ല. ഒന്ന് ടിക്കറ്റ് തരേ. ഓക്കെ, അപ്പം ഇനി കുറച്ച് ചോദ്യങ്ങളാണേ. ഇവിടെ നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞാലും നമ്മൾ ജോലി കണ്ടിന്യൂസ് കോൺട്രാക്ട് ബേസിൽ നിന്ന് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ? അത് കഴിഞ്ഞ് ഒരു 3 വർഷം കഴിയുമ്പോൾ നമ്മൾ പെർമനൻ്റ് ആക്കും. 3 വർഷം നമ്മളെ കീഴിൽ കോൺട്രാക്ട് ബേസ് ജോലി ചെയ്യണം. അപ്പം റെഡി. അപ്പം നീ പറയണ വീട്ടിൽ ആലോചിച്ചിട്ട് പറയാമെന്ന് പറയണേ. ഓക്കെ, അപ്പോൾ ഒന്നേനെ. ഗോപിക, അപ്പോൾ താങ്കൾക്ക് തുടർന്ന് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞിട്ട്? ഒന്ന് കമ്പനിയെ പറ്റി താങ്കൾക്ക് എന്താണ് ഒരു വിലയില്ലാത്ത പോലെ നമ്മൾ സംസാരിക്കുന്നത്? വേറെ നോക്കാന്ന് താല്പര്യമില്ലാണോ? അതാണോ?
ഇപ്പൊ തന്നെ വേറെ ഇവിടെ നിന്ന് വിളിക്കാതിരുന്നോണ്ട് ലേറ്റ് ആവുന്നോണ്ട് ഞാൻ വേറെ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പം ദൂരം കൂടുതലായതുകൊണ്ട് പലർക്കും പോകാത്താണ്. ഓ അങ്ങനെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ട്രെയിനിങ് പിള്ളേർ പോയാൽ മാത്രമേ നമുക്ക് ഓരോ വേക്കൻസിയിൽ ആളെടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് നമ്മൾ പിന്നെ ഈ കൊറോണ സീനൊക്കെ ആയതുകൊണ്ടാണ്. ഞാനൊരു 1 year കഴിഞ്ഞിട്ടല്ലേ, അത് അപ്രന്റീഷിപ്പ് കഴിഞ്ഞിട്ടല്ലേ, അത് അപ്പോഴും നോക്കിയാൽ പോയി. അപ്പോഴേ അടുത്ത ചോദ്യം പറഞ്ഞതേ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സാലറി എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ്. അപ്പം നീ ഒരു 40-45 പറയണേ. ചുമ്മാ പറഞ്ഞാൽ മതി, തള്ളിയാ മതി. 15 പറയാം. 40-45 നമ്മൾ 75 പറ മിനിമം. ശരി. അപ്പം അങ്ങനെ 1 വർഷം നിന്ന് ജോലി കണ്ടിന്യൂ താല്പര്യം താങ്കൾ എത്രയ്ക്ക് സാലറി ഉദ്ദേശിക്കുന്നത്? കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ സാലറി ഒരു 25-35% ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. 25-30 നമുക്കിവിടെ ഒരു 5-6 വർഷമായവർക്ക് തന്നെ നമ്മൾ 20 മാത്രമാണ് കൊടുക്കുന്നത്. അപ്പം ഫ്രഷേഴ്സ് അങ്ങനെ 25 കൊടുക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് ജോയിൻ ആയത്. അപ്പം നമുക്കത് താങ്കൾ ഇവിടെ വന്നിട്ട് നമുക്ക് സംസാരിക്കാം. പിന്നെ ഈ കെൽട്രോൺ കമ്പനിയെ പറ്റി താങ്കൾക്ക് എന്തൊക്കെ അറിയാം? നീ എന്തെങ്കിലും തട്ടി വിട്ടാൽ മതി. അത് മൺപിളയിലല്ലേ, ബൈപ്പാസിൽ നിന്ന് കയറി പോണ റോഡല്ലേ, എന്തെങ്കിലും തള്ളി വിട്ടാൽ മതി. വേറെ ഒന്നും പറയണ്ടോ? ഇട്ടപ്പോൾ ആദ്യമായിട്ട് കെൽട്രോൺ എവിടെയാണെന്ന് പോലും ഞാൻ അറിയുന്നത്. കൂടുതലൊന്നും അറിയത്തില്ല. അപ്പൊ താങ്കൾ ഈ അപ്രന്റീഷിപ്പ് ചെയ്തതിനു ശേഷം ഇതിനെ പറ്റി സെർച്ചും ചെയ്ത് നോക്കിയിട്ടില്ല? ഇല്ല, കിട്ടിയില്ല. അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ പഠിക്കാമെന്നൊക്കെ വിചാരിച്ചു. ഹോബീസ് എന്തൊക്കെയാണ്? ഹോബീസ് ബുക്ക് വായിക്കുന്നുണ്ട്, പാട്ട് കേൾക്കാൻ. ഓക്കെ. അപ്പം ബുക്ക്, വായന, പാട്ട്. അപ്പൊ ഇതിലേത് താങ്കൾ ചൂസ് ചെയ്യും? അതില് പാട്ട്. ഓക്കെ. പാട്ടിൽ താങ്കൾക്ക് ഏത് മ്യൂസിക് ഡയറക്ടറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഏതാണ്? ഓക്കെ. പുള്ളി എനിക്ക് അത്ര അറിയത്തില്ല. ഞാൻ ഫുട്ബോളിലോട്ടാണ്, അതുകൊണ്ട് എനിക്ക് പാട്ടിൽ അത്ര ഇതില്ല. ഒരു കമ്പനി വിളിക്കുമ്പോൾ അവരെ ഇങ്ങോട്ട് ചോദ്യം ചെയ്യുന്നത് മോശമായ ഒരു പ്രവൃത്തിയാണ്. നമ്മളെല്ലാം അങ്ങോട്ട് ഇന്റർവ്യൂ ചെയ്യുന്നത്, ഇങ്ങോട്ടല്ലല്ലോ താങ്കൾ ചെയ്യുന്നത്. ഓക്കെ. ഈ പറഞ്ഞ 18-ാം തീയതിയാണ് ജോയിൻ ചെയ്യാവുള്ളത്, തിങ്കളാഴ്ച. അടിയ. അപ്പൊ അടുത്ത് ചോദിക്കുന്നതേ മാരീഡിന്റെ കേസാണ് പറയാൻ പോകുന്നത്. അടുത്ത് കല്യാണം കഴിഞ്ഞ മേട്ടറാണ് പറയാൻ പോകുന്നത്. നീ ആശ്ചര്യ പറഞ്ഞവര് ഇതൊക്കെ കയറണം അവിടെ എന്ന് പറഞ്ഞാൽ അത് ഞാനല്ല, അത് മറ്റൊരു കുട്ടിയാണ്, ആ കുട്ടിയുടെ ഹസ്ബൻഡാണ്, അങ്ങനെയൊക്കെ പറയണം. അപ്പൊ നമ്മൾ പറയും ഇല്ലല്ലോ താനല്ലേ ഇവിടെ ഇങ്ങനെ തന്നിട്ടുള്ളതെന്നൊക്കെ ചോദിച്ച് നമ്മളൊരു കാര്യം ചോദിക്കും. അപ്പൊ നീ അങ്ങനെ അല്ലാന്ന് തെളിയിക്കണം. തുടങ്ങാലോ. അപ്പം ഗോപിക VA ഇൻഷൽ, അച്ഛൻ്റെ പേര് വിജയൻ, കൺഫേം ആണല്ലോ. ഹസ്ബൻഡിൻ്റെ പേര് കിഷോർ RM. മാരീഡ് കഴിഞ്ഞിട്ട് 6 മാസമായി. ഹസ്ബൻഡ് ഭർത്താവ് എന്ന് പറയും മലയാളത്തിൽ. അല്ല, ഭർത്താവ്. ഹസ്ബൻഡിന്റെ അർത്ഥം ഭർത്താവ് എന്നാണ്. മാരീഡ് അല്ലേ? ഗോപിക VA മാരീഡ് ആണ്. ഹസ്ബൻഡ് കിഷോർ RM. കമ്പ്യൂട്ടർ ഒന്ന് നോക്കി. ഹസ്ബൻഡ് ഇല്ല, ഗോപിക VA, അച്ഛൻ്റെ പേര് വിജയൻ, ഹസ്ബൻഡ് കിഷോർ RM, VSSC. 1 year കല്യാണം കഴിഞ്ഞ് ഇതിനു മുമ്പ് നിങ്ങൾ പിണങ്ങിയായിരുന്നോ? ഗോപിക സുരേഷ് S, അൺമാരീഡ്, ഫാദർ സുരേഷ്. അല്ല, ഇവിടെ ഫോം ഫില്ല് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ഗോപിക VA, ഹസ്ബൻഡ് കിഷോർ RM. നമുക്ക് തെറ്റുന്ന എങ്ങനെയാണ്? നിങ്ങൾ തരുന്നതല്ലേ നമുക്കിവിടെ, നിങ്ങൾ തരുന്നില്ലേ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അല്ല, നമ്മൾ അല്ലാതെ എഴുതുന്നില്ല. ഹലോ, നമ്മളിവിടെ കേരള മാട്രിമോണി അല്ല നടത്തുന്നത്, കെൽട്രോൺ കമ്പനിയാണ്. അപ്പം താങ്കൾക്ക് ഭർത്താവിന് ഒപ്പിച്ചേരേണ്ട ജോലിയല്ല നമുക്കുള്ളത്. താങ്കൾ ഇവിടെ പേര് മാറിപ്പോയില്ല. ഞാൻ ഇപ്പോൾ ഒരു കൺഫേം ചെയ്യാം.
കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ് അല്ലേ പഠിച്ചത്, മാനേജ്മെന്റ് ഡിപ്ലോമ? നിങ്ങൾ സെയിം ക്ലാസ് ആണോ? ഓക്കെ. BBA ഇൻ റീറ്റെയിലിംഗ് ഡിസ്റ്റിങ്നസ് പഠിക്കുന്നു, ഇഗ്നോ കരമന. ഓ, അതും നിങ്ങൾ ഒരുമിച്ചാണോ? ഓക്കെ. അത് 10ാം ക്ലാസ് കോൺവെന്റ് നെയ്യാറ്റിങ്കര. ആ കുട്ടി പഠിച്ചിരിക്കുന്നത് 10ാം ക്ലാസ് ഗേൾസ് നെയ്യാറ്റിങ്കര. ഒരുമിച്ചല്ല. ഓക്കെ. അപ്പോൾ താങ്കൾ 10ാം ക്ലാസ് മാരീഡ് ആ ഫോമിൽ കൊടുത്തിട്ടുള്ളത്. 10ാം ക്ലാസ് 10 പഠിച്ചിരിക്കുന്നത് കോൺവെന്റ് നെയ്യാറ്റിങ്കര. +2 പഠിച്ചിരിക്കുന്നത് NKM ധനുവീശ്വരം. ആ പുള്ളി പഠിക്കുന്നത് ഗേൾസ് സ്കൂളിലാണ്. അത് താങ്കൾ മാരീഡ്, ആ മാരീഡ് ഫോമിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ വായിക്കുന്നത്. ആ മാരീഡ് കൊടുത്തിട്ടുള്ള ഗോപികയിൽ സിംഗിൾ 1 സൈഡ് ആണോ തട്ടുകട ഉദ്ദേശിക്കുന്നത്? അതെ, കൊടുത്തിട്ടുള്ള 10 കോൺവെന്റ് നെയ്യാറ്റിങ്കര. കുറച്ചുകൂടെ വായിക്കാം. +2 NKM ധനുവീശ്വരം. ധനുവീശ്വരം താങ്കളാണോ? അല്ല, നീ കുറച്ച് കഴിയുമ്പോഴേ ഇത് 4-5 ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നീ ഇങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ ഇവിടുത്തെ കമ്പനിയാണ്, നിങ്ങൾക്ക് ഇത്ര ഒരു അപ്രന്റീസ്ഷിപ്പിന് പിള്ളേരുടെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് എഴുതാൻ പറ്റില്ലെങ്കിൽ നിങ്ങളെ കമ്പനി താല്പര്യമില്ല നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ ID, നിങ്ങൾ ഏത് പോസ്റ്റിലാണ് എന്നോട് ചോദിക്കണേ. നിങ്ങൾ ഏത് പോസ്റ്റിൽ ജോലി ചെയ്യുന്നു, നിങ്ങളെ പോസ്റ്റ് നമ്പർ, ID നമ്പരൊക്കെ പറയണം. അതൊരു 2 ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞിട്ടേ, എന്ന് വെച്ചാൽ 2 ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചോദിക്കും. പോളി രജിസ്ട്രേഷൻ നമ്പറും പറഞ്ഞ് ഗ്രേഡ് പോയിന്റ് സ്റ്റൈഫൻറ്റും പറഞ്ഞിട്ട്, സ്റ്റൈഫൻ്റ് ഗ്രേഡ് പോയിന്റ് പറഞ്ഞ് നിർത്തിയിട്ട് ഞാൻ ഒന്ന് ക്ഷമിക്കും. അപ്പോഴാണ് നീ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കോളാം. ക്ഷമിക്കുമ്പോൾ നീ മനസ്സിലാക്കണം ചോദ്യം ഇങ്ങോട്ട് ചോദിക്കോളാണെന്ന്. ഓക്കെ, തുടങ്ങാലോ? ഓക്കെ. 3, 2, 1. ഇപ്പം ഗോപി, പോളിയിലെ രജിസ്ട്രേഷൻ നമ്പർ 17250022. പോളി നെയ്യാറ്റിങ്കര. താങ്കൾക്ക് മാർക്ക് ലാസ്റ്റ് സെമ്മിൻ്റെ മാർക്ക് വരുന്നത് 4 S ഉണ്ട്, 3 A ഉണ്ട്. കൺഫേം ആണല്ലോ? ഗ്രേഡ് പോയിന്റ് പറഞ്ഞത് 9.02. ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. NCCക്ക് ഉണ്ട്. B എക്സാമും C എക്സാമും നിങ്ങൾ പാസ്സായിട്ടുണ്ട്. B എക്സാമിന് B ഗ്രേഡും C എക്സാമിന് C ഗ്രേഡും. ക്യാമ്പ് ചെയ്യുന്നു പള്ളിപ്പുറം 10 days. പക്ഷേ അതിൽ മറ്റേ ഗോപിക സുരേഷസിന് ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടില്ല, എക്സാം എഴുതിയിട്ടുണ്ട്. ഇതിലങ്ങനെ എഴുതിയിട്ടില്ല. ചെമച്ച് ചോദ്യം ചോദിക്കും ഇങ്ങോട്ട്. അത് നിങ്ങളെ സ്വന്തം ഹാൻഡ് റൈറ്റിംഗിൽ ഫോം ഫില്ല് ചെയ്തിട്ടല്ലേ നമ്മൾ വായിക്കുന്നത്, അല്ലാതെ നമ്മൾ എഴുതുന്നതല്ല. ഇല്ലെങ്കിൽ ഞാൻ നേരിട്ട് വന്ന ഫോം വാങ്ങി നോക്കിയിട്ട് ഞാൻ പറയാം. അത് തെറ്റ്, നിങ്ങൾ നോക്കേണ്ട തെറ്റാണ്. നോക്കിയതൊരു നമ്മൾ 20 വർഷം കൂടെ ജോലി ചെയ്യുന്നു, നമുക്ക് എങ്ങനെ തെറ്റ് പറ്റും? പേരെന്താണ്? വിനോദ് KG. അവിടെ ഉള്ള വേറെ ആരുടെയെങ്കിലും നമ്പർ ഒന്ന് തരാൻ പറ്റുമോ? ഫോൺ നമ്പർ ഞാൻ വിളിച്ച് നേരിട്ട് വിളിച്ച് ചോദിച്ചു നോക്കാം. അങ്ങനെയാണോ ഇന്റർവ്യൂ വരുന്ന കുട്ടികളുടെ റെസ്യൂം മാറ്റി വെച്ചിട്ട് മേരീഡാണെന്ന് പറയുന്നത്? ഒരു കമ്പനിയിലെ HR കൂടെ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ -point ആയിട്ട് വീഴും. അല്ല, ഞാൻ എഴുതിട്ടത് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇങ്ങനെയാണെന്ന്. അതില്ലാന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റി പറഞ്ഞാ. അല്ല, ഗോപിക VA, ഗോപിക സുരേഷ് S അൺമാരീഡ്, ഗോപിക VA മാരീഡ്, സിംഗിൾ എന്ന്. ഗോപിക സുരേഷ് S ആണ് മാരീഡ്, ഞാൻ ഗോപിക VA മാരീഡ് അല്ല. താങ്കളുടെ അമ്മ വല്ല കേരള മാട്രിമോണിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു? അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയരുത്. വന്നെന്നും പറഞ്ഞ് ഇങ്ങനെയൊന്നുമല്ല സംസാരിക്കേണ്ടത്. അല്ല, നിങ്ങൾ ഇങ്ങോട്ട് റൈസ് നമ്മളിവിടെ അല്ല, നിങ്ങൾ ഹസ്ബൻഡുമായിട്ട് എന്തെങ്കിലും വിഷയമുണ്ട് പിണങ്ങിയെങ്കിൽ പറഞ്ഞാൽ മതി. ഡിവോഴ്സിനൊന്നും ഇവിടെ ഒരു പ്രശ്നവും വരത്തില്ല. നിങ്ങൾ ഇത്ര റൈസ് ആവേണ്ട കാര്യമില്ലല്ലോ. നമ്മള് ഏതാ ഒരു 10 1.5 മണിക്കൂറുകൊണ്ട് നമ്മൾ ഫോൺ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇന്റർവ്യൂ അവിടെ വന്നിട്ടാന്ന് വിചാരിച്ചോ? എനിക്ക് അപ്രന്റീസ് വേണ്ട. ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരു കമ്പനി ഞാനെന്തിനാണ് അപ്രന്റീസ് പറഞ്ഞത്? ഗോപിയ, അങ്ങനെ പറയില്ല. നിങ്ങളിവിടെ വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങളെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇത് ഒരാളെ വേക്കൻസിയിൽ പോകുന്നു നിങ്ങൾ കാരണം. അപ്പം നീ പറയണോ പുല്ല് പോണെങ്കിൽ എടി നീ പറഞ്ഞേക്കണേ, നീ പറഞ്ഞ പുല്ല് പോണെങ്കിൽ പോട്ടെന്ന് പറയണേ.
കേട്ടാ പുല്ല് പോണെങ്കിൽ പോട്ടെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ നീ പറയണം ഗോപിയെ സുരേഷിനെ വിളിച്ചപ്പോ മാരീഡ് അല്ലെന്നല്ലേ പറഞ്ഞത്, സിംഗിൾ എന്നല്ലേ പറഞ്ഞത്, അപ്പൊ ഇയാളായിരിക്കും മാരീഡ് എന്ന് പറയണം. അപ്പൊ നീ എന്തിനാണെന്ന് പറയുമ്പോ ഗോപി അപ്പൊ പറയണ ഇല്ല അവള് കള്ളം പറയണാണെന്ന് പറയണം. അവക്ക് മെന്റൽ എന്ന് പറഞ്ഞാൽ ഗോപിക നമ്മൾ നേരത്തെ നമ്മൾ ഇത് നിങ്ങൾക്ക് വിളിക്കുന്ന മുമ്പ് നമ്മൾ ഗോപിക സുരേഷിനെ വിളിച്ചിരുന്നു. അപ്പൊ പുള്ളിക്കാരത്തി അൺമാരീഡ് എന്നാണ് പറഞ്ഞത്. അല്ല അവള് പറഞ്ഞ അൺമാരീഡ് ആണ്, ഗോപിക വി ആണ് മാരീഡ് എന്ന് പറഞ്ഞത്. പുള്ളിക്കാരൻ്റെ നെയിം വരെ പറഞ്ഞു കിഷോറാടം VSSC-ലാണ് ജോലി ചെയ്യുന്നത്, കോൺട്രാക്ട് ബേസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ല ഇല്ല അവർക്ക് തെറ്റിയതായിരിക്കും. അല്ല എന്റെ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇങ്ങനത്തെ പിള്ളേർ നമ്മൾ എങ്ങനെ ഇന്റർവ്യൂ എടുക്കും? സ്വന്തം ഭർത്താവിനെ പോലും മാറ്റി പറയുന്നത് എങ്ങനെ എടുക്കും നമ്മൾ? ഹലോ കേൾക്കാമോ? അല്ല ഒരു ജോലിക്ക് വേണ്ടി സ്വന്തം ഹസ്ബൻഡ് ഇല്ലെന്നൊക്കെ പറയുന്നത് അത് മോശമായ ഒരു ഇതാണ്. നമുക്ക് ഈ ഫോമിലുള്ളതിലേ നമുക്ക് വായിക്കാൻ പറ്റത്തുള്ളൂ. മാറിപ്പോണെങ്കിൽ അങ്ങോട്ട് ഇടതുവശത്തുള്ള ഫോം വലത്തോട്ട് വന്നാലും വലതുവശത്തുള്ള ഫോം വലത്തോട്ട് മാറിയാൽ ഗോപിക സുരേഷിൻ്റെ അടുത്ത് നീയാവും. അവിടെ ഉള്ള ഫോം ഇപ്പുറത്ത് വന്നാൽ മാറിയാലും കുഴപ്പമില്ല. പക്ഷേ ഇതിൽ എഴുതിക്കുന്ന എങ്ങനെ മാറും? ഇത് വല്ല അത്ഭുത ജിന്നു വന്ന് രാത്രി മാറ്റുന്നതാണോ? ഹബീബി ഹബീബി എന്ന് പറഞ്ഞ് മന്ത്രം ചെയ്ത് മാറ്റുന്നതാണോ? എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ ഇതുവരെ റെസ്യൂം എല്ലായിടത്തും ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കുന്നതാണ്. അവരാരും ഇതുവരെ ഇങ്ങനെ വിളിച്ചിട്ട് മാരീഡ് ആണോ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. നിങ്ങൾക്ക് പറ്റിയ തെറ്റായിരിക്കും, നിങ്ങൾ ഒന്നുകൂടെ നോക്കണം. മാരീഡ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനി ഇഷ്ടംപോലെ കല്യാണം കഴിക്കാത്ത പയ്യന്മാരുണ്ട്, നമുക്ക് ആലോചിക്കാം. താങ്കൾ ഹസ്ബൻഡിന് വിഷയമൊന്നുമില്ല. ഇവിടെ ഇഷ്ടംപോലെ പയ്യന്മാരുണ്ട്. അതിന് ഹസ്ബൻഡിന് വാടക എടുക്കാന്നേ ഉള്ളൂ. ഈ 7,000 രൂപ 2,000 രൂപ നീ ഒറിജിനലായിട്ട് ചൂടാവണ കൊള്ളാം കേട്ടോ. നിന്നെ സിനിമയിലെടുക്കാം. എടീ അപ്പോഴേ ലാസ്റ്റ് എങ്ങനെ പറഞ്ഞ് നിർത്താം? നീ എന്നെ പറ, എന്റെ കൈവിട്ടു എല്ലാം. അങ്ങനെ പറയല്ലേ, കട്ട് ചെയ്തിട്ട് പോയിട്ട് അടുത്ത് നീ എനിക്ക് താല്പര്യമില്ല മേലെ കൊണ്ട് വിളിക്കലുണ്ടെങ്കിൽ നീ കട്ട് ചെയ്യണം. എൻ്റെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ചായിട്ട് പറയും നീ കിഷോറാണ് നിന്നെ പറ്റിച്ചെന്ന് പറയാം. ഓക്കെ അപ്പൊ തുടങ്ങണേ. താൻ പോവാന്ന് പറയണേ. തൻ്റെ ഒരു താവൻ പോവുക, താനും തൻ്റെ ഓഞ്ഞ കമ്പനി എടുത്തോണ്ട് പോവാന്ന് പറയണം. കേട്ടോ പറയണേ. ഓക്കെ തുടങ്ങണേ. 3, 2, 1. ഗോപിയ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പയ്യന്മാരൊക്കെ ഇഷ്ടംപോലെ അൺമേരിഡ് 27, 28 ഞങ്ങൾ മാന്യമായി സംസാരിക്കണം. ഇങ്ങോട്ട് റൈസ് ആവേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഈ മാന്യത ഉള്ളവരിൽ നമുക്ക് മാന്യത കൊടുത്ത് സംസാരിക്കാൻ പറ്റും. ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായി തനിക്ക് മാന്യത ഒന്നുമില്ലേ. താൻ ശരിക്കും കെൽട്രോണിലുള്ളതിന്റെയാണോ? കെൽട്രോ ഉള്ളതാണല്ലോ അവിടത്തെ നമ്പറിൽ നിന്ന് വിളിക്കുന്നത്. താങ്കൾ ട്രൂ കോളർ ഈ നമ്പർ സെർച്ച് ചെയ്താൽ കെൽട്രോണെന്ന് കാണിക്കും. ഞാൻ നോക്കിക്കോളാം. അപ്പൊ താങ്കൾക്ക് എവിടെ വെള്ളയമ്പലത്താണോ ഇവിടെയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യം? ഇല്ല തന്റെ കമ്പനി കൊണ്ട് താൻ പോറ. എനിക്ക് അപ്രന്റീഷിപ്പ് വേണ്ട, ഒന്നും വേണ്ട. ഞാൻ കെൽട്രോണിൽ ഇനി വരുന്നില്ല. വിളിച്ചാൽ കട്ട് ചെയ്തോ അപ്പൊ ഇപ്പൊ പുള്ളിക്കാരി ഒരു പ്രാങ്കിൽ നിന്നും നമ്മൾ എന്ന് വെച്ചാൽ വഴിതെറ്റി വീണ്. പക്ഷെ അവിടെ നമ്മൾ പിടിച്ച് കയറിയിട്ടുണ്ട്. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. എന്ത് പറഞ്ഞു? ഇല്ല അറിയാതല്ല ആരെ നമ്മൾ വിളിക്കുന്നില്ല പറഞ്ഞ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞില്ല മണ്ടി കാര്യം. ഹലോ എടി ഗോപിയെ ഫോൺ വെച്ചത് ഞാൻ കിഷോടി നിന്നെ പറ്റിച്ചേടി. അയ്യോ കോമഡിനെ എന്തായാലും ഞാൻ ഐ ലവ് യു പറഞ്ഞില്ല. നീ ഓക്കെ പറഞ്ഞ ഇപ്പൊ ഞാൻ നിന്റെ ഹസ്ബൻഡുമായി. വേറെ മാറ്റം എന്തോ? എന്തുമാത്രം ഡീറ്റെയിൽസ് എടുത്തു കുറിച്ചുള്ള
ഇനി നിന്നെ കുറിച്ച് എന്തുമാത്രം ഡീറ്റെയിൽസ് എടുത്തെന്ന് അറിയാമോ നമ്മളിവിടെ? അവൻ നിന്റെ ആധാർ അയച്ചിരുന്നില്ല, അതിൽ നിന്നൊക്കെ എഴുതിയെടുത്ത് ഇവിടെ സർട്ടിഫിക്കറ്റിൽ നിന്ന് തപ്പിയെടുത്ത് എന്തെല്ലാം കാര്യം നടത്തി എൻ്റെ പൊന്നെ. എല്ലാം കറക്റ്റ് അല്ലേ? എന്തോ ഹലോ, നമുക്കിവിടെ ഇഷ്ടംപോലെ പയ്യന്മാരുണ്ടോ നിന്റെ കൂട്ടുകാർ തന്നെ? നമുക്ക് ആലോചിക്കാം. പിന്നെ ഒരു മെയിൻ മാറ്റർ എന്ന് വെച്ചാലേ, എനിക്കൊരു കാര്യം പറയണേ, 2 ദിവസം കഴിഞ്ഞ് പറയാം. പിന്നെ മെയിൻ മാറ്റർ എന്ന് വെച്ചാലേ, ഇത് നിനക്ക് വേറൊരു പ്രാങ്കാണ് നമ്മൾ തന്നത്, അത് നീ അറിഞ്ഞ? എന്നുവെച്ചാൽ നീ അഭിനയിക്കാൻ പറഞ്ഞതെല്ലാം റെക്കോർഡാണ്, അതെല്ലാം ഞാൻ ഇടും. നീ അഭിനയിക്കാൻ പറഞ്ഞ് ഞാൻ ചുമയ്ക്കുമ്പോ ഇങ്ങോട്ട് റൈസ് ആവണം. സിനിമയിലെടുത്ത് നീ പെട്ടെന്ന് പറ്റൂടി, അതുകൊണ്ട് മര്യാദ ഞാൻ പറഞ്ഞു എന്റെ കഴുത്തിൽ ഇറുക്കി പിടിക്കാൻ, ഞാൻ അങ്ങനെ സംസാരിക്കായിരുന്നു. അത് നീ ഇപ്പഴറിഞ്ഞ? ഞാൻ ചുമച്ചു ചോദ്യം ചോദിച്ചേ. അപ്പൊ എന്ത് പറയാനുണ്ട് നമ്മളെ യൂട്യൂബ് ചാനലിനെ പറ്റി? ഒന്നും പറയണ്ട, നല്ലത് മാത്രം വേണ്ടി. ഇത് ശപിച്ചോണ്ടൊക്കെ പറയാം. നല്ലത് മാത്രം നിന്റെ ടൂണ് ശരിയല്ലല്ലോ. അത് നല്ലത് മാത്രമേ വരൂ. അത് പഴയത് മതിയായിരുന്നു. അപ്പൊ ശരി, ബാക്കിയല്ല യൂട്യൂബിൽ കാണാം. ഇല്ല മറ്റില്ല കട്ട് ചെയ്തിട്ട് ഇടുന്ന. ഞാൻ എങ്കിൽ ഫോൺ എടുക്കണം, ഫോൺ എടുത്ത് ഞാൻ വേറെ വല്ല രീതിയിൽ പറഞ്ഞാൽ മാത്രമേ കട്ട് ചെയ്യാവൂ. ഞാൻ ടോയ് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് ആണെന്ന് മനസ്സിലായിക്കോണം. എങ്ങനെ പറയും ഞാൻ? ടോയ്. അപ്പൊ പുള്ളിക്കാരി ഇത് പ്രാങ്ക് വഴിമാറിപ്പോയല്ലോ, അത് ഇടാതെ എഡിറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ കട്ട് ചെയ്യില്ല, ഇത് തന്നെ പോസ്റ്റ് ചെയ്യും. അപ്പം ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. സംഭവാമി യുഗേ എന്ന് വെച്ചാൽ നാളെയാണ്. ലോട്ടറി എടുത്ത് നോക്കിയില്ല. ചിലപ്പോ ലോട്ടറി എടുത്തിട്ടുണ്ട്. ലോട്ടറി അടിച്ചിരിക്കാൻ നാളെ തൊട്ട് നമ്മൾ വേറെ ലെവലിലാണ് വ്ളോഗ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബർ. ഇതെന്റെ ബുക്ക് ലൈക്ക് സർട്ടിഫിക്കറ്റ് മറന്നു സോറി. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബർ. പിന്നെ ഒരു മെയിൻ മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയ്ക്ക് മുമ്പ് 10K സബ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഗോപ്രോ വാങ്ങിച്ചിട്ട് തന്നു. സബ്സ്ക്രൈബർ ഉള്ളത് ഫ്രണ്ടാണ്, എൻ്റെ 10 കൂടെ പഠിച്ചത്. സൗദിയിലാണ് പുള്ളി ഇപ്പോൾ. അപ്പം മെയ്യിൽ നാട്ടിൽ വരും. അപ്പം ഞാൻ അവരുടെ ഈ ഗോപ്രോ റേറ്റ് അവിടെ എത്രയാണെന്ന് അന്വേഷിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ കുറവാണെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ കടം മറിച്ചിട്ട്. പുള്ളി പറഞ്ഞ് അപ്പം May 4 വരും. അതിന് മുമ്പ് മെയ്ക്ക് മുമ്പ് 10K അടിച്ചു കഴിഞ്ഞാൽ ഗോപ്രോ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുമെന്ന് പറഞ്ഞ്. എന്നാലും ചലഞ്ച് നടക്കൂല, എനിക്ക് നല്ലപോലെ അറിയാം. 1K ആവാൻ നമ്മൾ കഷ്ടപ്പാട് നമുക്ക് നല്ലപോലെ അറിയാം. എന്തായാലും നടക്കൂല. എന്നാലും ഒരാൾ ചലഞ്ച് വരുമ്പോൾ നമുക്ക് വിട്ടുകൊണ്ട ശീലമില്ലല്ലോ. ചലഞ്ചാണ്. നമ്മൾ 100% ട്രൈ ചെയ്തിട്ട് നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ട്രൈ ചെയ്യാതെ നടന്നില്ലെന്ന് പറഞ്ഞാൽ ഉള്ളിൽ കിടക്കും. കിട്ടും അങ്ങനെയൊക്കെ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങളെല്ലാവരും പറ്റുമെങ്കിൽ മാക്സിമം സബ് അടിക്കുക. ക്യാമറ ഒപ്പിച്ച്. അപ്പം വീഡിയോ കാണുന്ന എല്ലാവർക്കും നമോ ഭാഗം.